ഇന്ന് ഒരു കുഞ്ഞു യാത്ര പോവുകയാണ്. പാപം, മനസ്താപം, കുമ്പസാരം, ഈ വഴികളിലൂടെയൊക്കെയാണ് യാത്ര. കുഞ്ഞൻ കാഴ്ചപ്പാടുകളെ ഉള്ളൂട്ടോ. ഇന്നലെ ദിവ്യകാരുണ്യേശോയുടെ മുന്നിൽ ഒരു കുമ്പസാരത്തിനൊരുങ്ങാനിരുന്നു. പാപങ്ങളെക്കുറിച്ച് ഓർത്തു പോയപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. അനുതപിച്ച് കുമ്പസാരക്കൂട്ടിൽ നിന്ന് വീണ്ടും ഈശോയുടെ അടുത്തിരുന്നു. എൻ്റെ ഈശോയെ, ക്ഷമിക്കണേട്ടാ. അടക്കി പിടിച്ച സങ്കടം മുഴുവൻ ഈശോയെ നോക്കി പൊട്ടിക്കരയുമ്പോൾ ബൈബിൾ എടുത്ത് മറയ്ക്കാൻ തോന്നി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം കയ്യിൽപ്പെട്ടു. ഫരിസയനും ചുങ്കക്കാരനും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 13-ാം വാക്യത്തിൽ കണ്ണുകൾ ഉടക്കി. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് വായിച്ചു കഴിയുമ്പോൾ ഞാനും കേട്ടു, കരയണ്ടാട്ടോ, നിൻ്റെ പാപവും ക്ഷമിച്ചു. എത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പ അല്ലേ. തെറ്റുപറ്റുക സ്വാഭാവികമാണ്, എന്നാൽ തിരുത്താൻ വൈകരുത്. മോശയോട് പറയുന്നില്ലേ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 5-ാം വാക്യം, നിൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നമ്മൾ പാപം ചെയ്ത് കുമ്പസാരത്തിനായി അണയുമ്പോൾ എന്തു മനോഭാവമാണ് നമുക്കുള്ളത്. ചെരുപ്പ് ഊരിയിടുന്നത് വീണ്ടും അതെടുത്ത് ഉപയോഗിക്കാനാണ്. ഞാൻ ചെയ്യുന്ന പാപം കുമ്പസാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു മനസ്താപവുമില്ലാതെ വീണ്ടും ചെയ്യാനാണ്. രണ്ടാമത് ചെരുപ്പ് അഴിച്ചു മാറ്റുക. അഴിച്ചു മാറ്റാൻ ഒന്ന് കുനിയേണ്ടി വരും. പല അഴിച്ചുമാറ്റലുകളും ഈശോയുടെ മുന്നിൽ മനസ്താപത്തോടെ ഇനി ഈ തെറ്റിലേക്ക് ആവർത്തിച്ചു വരില്ലെന്ന മനോഭാവത്തോടെ ദൂരേക്കെറിയണം ആ പാപങ്ങളെ. ബലഹീനരായ നമ്മെ നോക്കി പാപസാഹചര്യങ്ങളും പതിയിരിപ്പുണ്ട്. ഒരു വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ ലക്ഷ്യമാക്കി ചൂണ്ടക്കാരൻ ചൂണ്ടയിടുമ്പോൾ ചൂണ്ടക്കൊളുത്ത് കാണാതെ വിശിഷ്ടമായ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ അതിനു പിന്നിലെ ചൂണ്ടക്കൊളുത്തിൽ തൻ്റെ ജീവിതം തീരുമെന്നറിയാത്ത മത്സ്യത്തെ പോലെയാണ് നാം പലപ്പോഴും. ഒരു കഥയായാലോ. പണ്ട് പൗരസ്ത്യ ദേശത്ത് ഒരു വിശുദ്ധയായ പ്രാർത്ഥിക്കുന്നൊരു സ്ത്രീ ജീവിച്ചിരുന്നു. ആ നാട്ടിലുള്ളവർക്കെല്ലാം ഇഷ്ടമാണ് ആ സ്ത്രീയെ. അതിനാൽ ഓരോരുത്തരായി ഭക്ഷണത്തിന് ആ സ്ത്രീയെ വീട്ടിലേക്ക് ക്ഷണിക്കുമായിരുന്നു. ഒരു ദിവസം ഭക്ഷണം കഴിച്ചു മടങ്ങവേ പല്ലിനിടയിൽ നിന്നും മാംസത്തിൻ്റെ അവശിഷ്ടമെടുക്കാനായി ഈന്തപ്പനയുടെ ഓലയിലെ ഈർക്കിൾ അടുത്ത പറമ്പിലെ ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ എടുത്ത് പല്ല് വൃത്തിയാക്കി. കുറച്ചു നാളുകൾക്ക് ശേഷം ആ സ്ത്രീ മരിച്ചുപോയി. അന്ന് രാത്രിയായപ്പോൾ ഒരു കള്ളൻ സെമിത്തേരിയിൽ കയറി. വിശിഷ്ടമായ എന്തെങ്കിലും ആ സ്ത്രീയുടെ ശവശരീരത്തോടൊപ്പം നിക്ഷേപിച്ചെങ്കിൽ എടുക്കാലോ എന്ന് വിചാരിച്ച് കല്ലറ തുറന്നു. അപ്പോഴാണ് കള്ളൻ അത് ശ്രദ്ധിച്ചത്. മരിച്ച ആ സ്ത്രീയുടെ കണ്ണ് തുറന്നിരിക്കുന്നു. പല്ലിൽ ഒരു സർപ്പം ആഞ്ഞുകൊത്തുന്നു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അനുവാദമില്ലാതെ ഈർക്കിലെടുത്ത് പല്ല് വൃത്തിയാക്കിയ കഥ മനസ്സിലാക്കിയ കള്ളൻ കളവ് നിർത്തി അന്നു മുതൽ നല്ലവനായി മാറി. ഇതാണ് കഥ, തീർന്നുട്ടോ. വിശുദ്ധ ബൈബിളിലെ അനേകം കഥാപാത്രങ്ങൾ പാപം ഉപേക്ഷിച്ച് മനസ്തപിച്ച് ഈശോയെ തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ച് രക്തസാക്ഷികളാകാൻ വരെ തയ്യാറായി. ധൂർത്തപുത്രനെ പോലെ ദൈവത്തിൽ നിന്നും അകലുന്ന നമ്മൾ സുബോധം തിരിച്ചു കിട്ടുമ്പോൾ കണ്ണും നട്ട് കാത്തിരിക്കുന്ന അപ്പയുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാൻ വഴിയൊരുക്കുന്ന വലിയ വേദിയാണ് ഓരോ കുമ്പസാരക്കൂടും. അതിനാൽ ചളിയിൽ വീണ കുഞ്ഞിനെ അമ്മ കുളിപ്പിച്ചെടുത്ത് പുത്തനുടുപ്പ് ധരിപ്പിക്കുന്ന പോലെ ഓരോ പാപത്തിൽ നിന്നും പാപാവസ്ഥകളിൽ നിന്നും നീങ്ങിപ്പോകാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ.